പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആരു ജയിച്ചാലും വാടക കെട്ടിടത്തിലേക്ക് പോകാനാണ് രാജാക്കാട് പഞ്ചായത്തിന്റെ വിധി. സ്വന്തമായി ഒരു കെട്ടിടത്തിൽ പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ രാജാക്കാട് പഞ്ചായത്ത് 4 വർഷം മുമ്പ് ഒരു നിർമ്മാണ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരുന്നു. പഞ്ചവത്സര പദ്ധതിയായി അത് മാറുമെന്ന് അന്നത്തെ ഭരണസമിതി ഒരിക്കലും കരുതിയിരുന്നില്ല. ഇന്നിപ്പോൾ മറ്റൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലമാണ്. അടുത്ത ഭരണസമിതി എത്തിയാലും രാജാക്കാട് പഞ്ചായത്തിന് വാടക കെട്ടിടം തന്നെ ശരണം. എന്തു വിധി ഇത്, വല്ലാത്ത ചതി ഇത് എന്നാരും പറഞ്ഞു പോകും. ഒരു പഞ്ചായത്ത് വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുക എന്നത് അത്ര മോശമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഉണ്ടായിരുന്ന കെട്ടിടം പൊളിച്ചു കളഞ്ഞ് പുതിയതുടൻ തന്നെ എന്ന് പറഞ്ഞ സ്ഥലത്ത് 4 വർഷം കഴിഞ്ഞിട്ടും വാടക കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് നിലവിലുണ്ടായിരുന്ന ഭരണസമിതിക്ക് ഒരൽപ്പം നാണക്കേടുണ്ടാക്കുന്നതാണ്. 2019 സംസ്ഥാന ബജറ്റിൽ രാജാക്കാട് പഞ്ചായത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 5 കോടി രൂപ പ്രഖ്യാപിച്ചു. എന്നാൽ ഫണ്ട് വകയിരുത്തിയിരുന്നില്ല. തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതി നൽകിയ അപേക്ഷയെ തുടർന്ന് 2020-21 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 കോടി രൂപ അനുവദിച്ചു. കരാർ നടപടികൾ പൂർത്തിയാക്കി നിലവിലുണ്ടായിരുന്ന ഓഫീസ് പൊളിച്ചു നീക്കിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എന്നാൽ പല കാരണങ്ങളാൽ നിർമ്മാണം വൈകി. ഞാൻ പറയാം, എൻ്റെ ഈ പുറയിൽ കാണുന്ന ഈ അസ്ഥികൂടം, ഈ കാലിൽ നിൽക്കുന്ന ഈ രാജാക്കാട് പഞ്ചായത്ത് കെട്ടിടമെന്നും പറഞ്ഞ് പണിതാണ്. ഇത് എന്ന് പണി തീരുന്നോ ഒന്നും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒന്നും ഒരു അറിവുമില്ല. ഇതിങ്ങനെ അനാഥപ്രേതമായിട്ട് കിടക്കുകയാണ്. പഞ്ചായത്ത് ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് പഞ്ചായത്ത് കെട്ടിടം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇതിന് യാതൊരു തീരുമാനം ഉണ്ടാകാതെ ഇങ്ങനെ കിടക്കുന്നു. ഇതിൻ്റെ നാഥൻ ആരാണെന്നും പോലും ഒരറിവുമില്ല. 1ഉം 2ഉം നിലകളിൽ ഓഫീസും അനുബന്ധ സൗകര്യങ്ങളും, 3ാമത്തെ നിലയിൽ ഓഡിറ്റോറിയവും നിർമ്മിക്കാനാണ് സാങ്കേതിക അനുമതി ലഭിച്ചിട്ടുള്ളത്. 1 വർഷം കൊണ്ട് പണി തീർക്കുമെന്നാണ് അന്ന് കരുതിയിരുന്നത്. പ്രചരിപ്പിച്ചിരുന്നതും അങ്ങനെ തന്നെ. ആ 1 വർഷം എന്ന് പറഞ്ഞിട്ട് 25ആയി, 5 വർഷമാകും. 5 വർഷമായിട്ട് ഈ കെട്ടിടത്തിൻ്റെ പണി ഈ കാണുന്നതാണ്. ഫണ്ട് അനുവദിച്ചതാണ്. ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസും അനുബന്ധ ഓഫീസുകളും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരും കരാറുകാരനും സ്വകാര്യ കരാറുകാരനും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് ആക്ഷേപം ജനങ്ങളുണ്ട്. കരാറുകാരൻ്റെ അനാസ്ഥയാണെങ്കിൽ ആ കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്തി നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകണം. മാത്രമല്ല, അതേ കരാറുകാരൻ തന്നെയാണ് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള സ്വാമി ആശുപത്രി കെട്ടിടത്തിൻ്റെ കരാർ നൽകിയിട്ടുള്ളത്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇത് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ചെയ്തൊരു ദ്രോഹമാണ്. അതുകൊണ്ട് ഇതിന് അടിയന്തര പരിഹാരം കാണാൻ ഇനിയിപ്പോൾ ഭരണസമിതിക്കാവിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഇനി വരാൻ പോകുന്ന ഭരണസമിതിയെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും വേണ്ടിയില്ല, ഈ ഓഫീസ് കെട്ടിടത്തിൻ്റെ പണി ഏറ്റവും പൂർത്തീകരിച്ച് ഓഫീസ് സമുച്ചയം വാടക ഒഴിവാക്കി ഇതിലേക്ക് മാറണമെന്നാണ് പൊതുവെ ജനങ്ങൾ പറയുന്നത്. എൻ്റെ ഒപ്പം നിലവിൽ പോലീസ് സ്റ്റേഷന് സമീപത്തെ വാടക കെട്ടിടത്തിലാണ് പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കുന്നത്. 4 കൊല്ലമല്ലേ ആയുള്ളൂ കെട്ടിട നിർമ്മാണം തുടങ്ങിയിട്ട്. ഇനിയും സമയമുണ്ടല്ലോ അത് പൂർത്തിയാക്കാൻ. പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചതാകും ഒരുപക്ഷെ ഈ പഞ്ചായത്തിന്റെ പുതിയ കെട്ടിടം. രാഹുൽ വിജയൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.